ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവുകളാണ് അഖബ ഉടമ്പടികൾ. മക്കയിലെ കടുത്ത പീഡനങ്ങൾക്കിടയിൽ ഇസ്ലാമിനൊരു പുതിയ കേന്ദ്രം ലഭിക്കാനും പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകുവാനും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനുമെല്ലാം വഴിയൊരുക്കിയ സംഭവങ്ങളാണ് അഖബ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയതിനു ശേഷം ഖുറൈശികൾ മുസ്ലിമീങ്ങൾക്കെതിരെ കടുത്ത പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അബൂ ത്വാലിബിന്റെയും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും വഫാത്തിന് ശേഷം ഈ ക്രൂരതകൾ ഒന്നുകൂടി രൂക്ഷമായി. ത്വായിഫിലേക്കുള്ള യാത്രയും പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ ഹജ്ജ് സീസണുകളിൽ മക്കയിലേക്ക് വന്ന യസ്രിബിലെ വിവിധ ഗോത്രങ്ങളെ സമീപിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അക്കാലത്ത് ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളാൽ യസ്രിബ് ദുരിതത്തിലായിരുന്നു. യഹൂദ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു പ്രവാചക ആഗമനത്തെ കുറിച്ച് അവർ മുമ്പേ കേട്ടതിനാൽ സത്യസന്ദേശം സ്വീകരിക്കുന്നതിന് അവർ കൂടുതൽ തയ്യാറായിരുന്നു. നുബുവത്തിന്റെ 12ാം വർഷമായിരുന്നു ആദ്യ അഖബ ഉടമ്പടി നടക്കുന്നത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വന്ന ഖസ്റജ് ഗോത്രത്തിലെ 12 പേരായിരുന്നു ആദ്യ ഉടമ്പടിയിൽ ഒരുമിച്ച് കൂടിയത്. ഹജ്ജിന് വന്ന ഇവർ മിനാ താഴ്വരയിൽ നിന്ന് വളരെ രഹസ്യമായിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുകയായിരുന്നു. അവിടെ വെച്ച് ഇവർ ചില വ്യവസ്ഥകൾ നിർമ്മിച്ചു. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, തെറ്റുകൾ ചെയ്യരുത്, പെൺമക്കളെ കൊല്ലരുത്, കള്ളപ്രചാരണങ്ങൾ നടത്തരുത്, സത്യപ്രവാചകനെ അംഗീകരിക്കണം എന്നിങ്ങനെ നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെക്കുന്നുണ്ട്. ഈ ഉടമ്പടികളെല്ലാം അവർ അനുസരിക്കുകയും സത്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് സന്മാർഗത്തിലേക്ക് വഴികാട്ടുവാൻ വേണ്ടി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അയക്കുന്നുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിന്റെ അനന്തരഫലമായിക്കൊണ്ട് മദീനയിലെ പ്രമാണിമാരായ ഉസൈദ് ബിൻ ഹുദൈർ, സഅദ് ബിൻ മുആദ് എന്നിവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ മദീനയിൽ ഇസ്ലാം ഒന്നുകൂടി ജനപ്രിയമാവുകയുണ്ടായി. തുടർന്ന് മദീനയിലെ പല പ്രമുഖ നേതാക്കന്മാരും ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ മദീനയിൽ ഇസ്ലാമിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നുബുവത്തിന്റെ 13ാം വർഷം, അതായത് ആദ്യ ഉടമ്പടിക്ക് ശേഷം മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വന്ന 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന സംഘം അഖബയിൽ രാത്രിയിൽ വളരെ രഹസ്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് പുതിയ ചില കരാറുകൾ നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. ഏത് വിധേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണമെന്നും തന്റെ സ്വത്തും സമ്പത്തുമെല്ലാം ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ചിലവഴിക്കണമെന്നും മദീനയിൽ എത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുചരന്മാരെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്നും ഇനി ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ അതിനും തയ്യാറാവണമെന്നുമായിരുന്നു ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ ഉടമ്പടിയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുസ്ലിം ആയിട്ടില്ല, എങ്കിലും മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, മദീനയിൽ എത്തുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതരാകുമോ എന്ന്. മദീനക്കാർ നൽകിയ മറുപടി, എന്ത് വില കൊടുത്തും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുമെന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉടമ്പടിക്ക് ശേഷം ഇസ്ലാമിക പ്രചാരണാർത്ഥം 12ഓളം സ്വഹാബികളെ മദീനയിലേക്ക് അയക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മദീനയിൽ ഇസ്ലാമിന്റെ ഒരു സ്വതന്ത്രമായ അന്തരീക്ഷം വളർത്തിയെടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും എങ്ങാനും മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞാൽ അവരവിടെ ഏറ്റവും സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഇതായിരുന്നു ഹിജ്റയിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.